4ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ദുറൂസിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. ഇവിടെ 6 ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഈമാനിൻ്റെ ഭാഗമാണ് ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വൃത്തി. ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി. ഇനി രണ്ടാമത്തെ ചോദ്യം വുളൂഇലും ദുർവ്യയം ഉണ്ടോ എന്ന് ചോദിച്ചത് ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം സഅദ് റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കുന്ന നാശകാരിയാണ് ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കുന്ന നാശകാരി പ്ലാസ്റ്റിക്. ഇനി അടുത്ത ചോദ്യം സർവ്വലോകങ്ങൾക്കും കരുണയാണ് ഡാഷ്. അതിൻ്റെ ഉത്തരം സർവ്വലോകങ്ങൾക്കും കരുണയായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അവസാനത്തെ ചോദ്യം ഈമാനിൻ്റെ പകുതിയാണ് ഡാഷ്. അതിൻ്റെ ഉത്തരം ക്ഷമ. ഇനി രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം നല്ല വാക്ക്. അതിൻ്റെ ഉത്തരം നല്ല വാക്ക് സ്വതക്കയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നീതിമാനായ നേതാവിന് തണൽ ലഭിക്കും. അതിൻ്റെ ഉത്തരം നീതിമാനായ നേതാവിന് തണൽ ലഭിക്കും. എന്തിൻ്റെ? അർഷിൻ്റെ തണൽ ലഭിക്കും. അപ്പോൾ അവിടെ എഴുതേണ്ടത് അർഷിൻ്റെ. അടുത്ത ചോദ്യം ഇൽമു പഠിക്കൽ എല്ലാ മുസ്ലിമിനും ഡാഷ്. അതിൻ്റെ ഉത്തരം ഇൽമു പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അടുത്ത ചോദ്യം നിശ്ചയം ചില തോന്നലുകൾ ഡാഷ്. അതിൻ്റെ ഉത്തരം നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ജീവിതം നന്മ ഡാഷ്. അപ്പം അതിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാവണം. അടുത്തത് ഹുസൈനും മിന്നി വ അനമിൻ ഡാഷ്. അതിൻ്റെ ഉത്തരം ഹുസൈനി. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് അടുത്ത മൂന്നാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം സ്വാലിഹീങ്ങളെ മാത്രം നാം അനുകരിക്കണം ഏതെല്ലാം കാര്യങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് വസ്ത്രധാരണത്തിലും മുടി പരിചരണത്തിൻ്റെ കാര്യങ്ങളിലുമാണ് സ്വാലിഹീങ്ങളെ മാത്രം നാം അനുകരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം അല്ലാഹു ഉയർച്ച നൽകും ആർക്ക്. അപ്പോൾ അതിൻ്റെ ഉത്തരം അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവനെ അല്ലാഹു ഉയർച്ച നൽകും. അടുത്ത ചോദ്യം നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ഉത്തരം വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം ശരീരത്തിൽ പ്ലാസ്റ്റിക് എത്തുന്നത് ഏതുവഴി. അതിൻ്റെ ഉത്തരം ഭക്ഷണം വഴി. അടുത്ത ചോദ്യം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം എന്താണ്. ഉത്തരം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ഇനി നാലാമത്തെ ഭാഗം ഒന്നു വീതം എഴുതാം. താഴെ തന്നിട്ടുള്ള ഓരോ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം വീതം എഴുതാം. അതായത് ഒരുപാട് ഉത്തരങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പം അതിൽ നിന്നും നമുക്കറിയാവുന്ന ഒരെണ്ണം അവിടെ എഴുതണം. ഇതിൽ ആദ്യത്തെ ചോദ്യം തെറ്റായ ധാരണയുടെ ദൂഷ്യം. അപ്പോൾ അതിൽ നിന്നും നമുക്കറിയാവുന്ന ഒരെണ്ണം ഒരു ദൂഷ്യം എന്താണെന്ന് ഇവിടെ എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വെറുപ്പ് ഉണ്ടാക്കുന്നു. ഇനി അടുത്ത ചോദ്യം ചെറിയവരോട് കരുണ കാണിക്കേണ്ട കാര്യം. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരെണ്ണം നമ്മളിവിടെ എഴുതണം. ഇപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും അവരോടൊപ്പം കളിക്കുക. അടുത്തത് മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം. അതിൻ്റെ ഉത്തരം ആദരവോടെ വിളിക്കൽ അല്ലെങ്കിൽ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ഇതെല്ലാം നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ചോദ്യം
സാഹോദര്യം നിലനിർത്തുന്നതിന്. അപ്പോൾ സാഹോദര്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അത് 2 എണ്ണം ചോദിക്കാം. അപ്പോൾ ഓരോന്നും ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം എഴുതാം, മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് കാണിക്കുക. ഇനി അടുത്ത ഭാഗം പൂരിപ്പിക്കാം. പൂരിപ്പിക്കാൻ തന്നിട്ടുള്ളതിൽ ആദ്യത്തെ ചോദ്യം അൽ മുഅ്മിനു ഡാഷ് കൽ ബുൻയാനി ഡാഷ് ബഅലൗ ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാനി യശുദ്ധ ബഅലഹു ബഅല. ഇനി അടുത്ത ചോദ്യം മൻ ലാ യർഹമു ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ലാ യുർഹം. അടുത്തത് സാരം എഴുതാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹു അൻ യുജ്ബസ ഷൈഉം മിനദ്ദവാബി ലാ ലില്ല ലഹാ വലാ കലഅ വലാ മാഅ. അതിൻ്റെ സാരം വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെറുപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ.